അസ്സലാമു വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി താഴെക്കോട് യൂണിറ്റ് പുറത്തിറക്കുന്ന 4 പതിറ്റാണ്ടിന്റെ ചരിത്ര പുസ്തകത്തിലേക്ക് ഇന്ന് ഞങ്ങളുടെ വിശിഷ്ടാതിഥി പ്രിയങ്കരനായ നാലകത്ത് ഹംസു സാഹിബാണ്. 2-3 നൂറ്റാണ്ടുകൾക്കപ്പുറം താഴെക്കോട് എന്ന പ്രദേശം അറിയപ്പെടുന്ന ഒരു ജുമാ മസ്ജിദ്, താഴെക്കോട് ടൗൺ ജുമാ മസ്ജിദ്, ഇന്ന് കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ വളരെ അഭിമാന സ്തംഭമായി ഞങ്ങളുടെ നാട്ടുകാർക്ക് വലിയ ആവേശം നൽകിയ അഭിമാന സ്തംഭമായി അതിന്ന് പുനർനിർമ്മിച്ച് വളരെ ഭംഗിയോടെ നിലനിൽക്കുന്ന താഴെക്കോട് ടൗൺ ജുമാ മസ്ജിദിന്റെ ഏതാണ്ട് ഒരു അര പതിറ്റാണ്ടോളം ഇതിന്റെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ച് ഈ മസ്ജിദിനെ 1400ഓളം വരുന്ന 1400ഓളം വരുന്ന കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായി അതിന്റെ നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അലങ്കരിച്ച് ഏതാണ്ട് നൂറ്റാണ്ടോളം അത് പാരമ്പര്യമായി അദ്ദേഹത്തിന്റെ ബാപ്പയുടെ ഒരു പിൻഗാമിയായി അദ്ദേഹം തുടർന്ന് ഇടയായി ഈ പുനർനിർമ്മാണം കഴിഞ്ഞ് ഈ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചപ്പോൾ അതിന്റെ ഏറ്റവും ഉന്നതനായ നിലയിലേക്ക് ഈ മഹലിന്റെ പ്രസിഡന്റ്, അധ്യക്ഷൻ എന്നുള്ള നിലയിലേക്ക് കൂടി തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്കരനായ ഞങ്ങളുടെ മഹലിന്റെ പ്രിയപ്പെട്ട നേതൃത്വം കൂടിയായിട്ടുള്ള നാലകത്ത് ഹംസു സാഹിബ്, മഠത്തിൽ ഹംസുവാക്ക എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്ന ഹംസു സാഹിബാണ് ഇന്ന് ഞങ്ങളുടെ ഈ ചരിത്ര പുസ്തകത്തിലേക്ക് ഈ താഴെക്കോട് ജുമാ മസ്ജിദിന്റെ ചരിത്രം നമ്മോട് അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട പ്രസിഡന്റിനെ, താഴെക്കോട് യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലക്കും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി മമ്മൂക്കുട്ടി കാരാട്ടിലും ഇന്നത്തെ വീഡിയോയിൽ അനുഗമിക്കുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാവിധ സർവ്വവിധ സ്വാഗതവും ചെയ്തുകൊണ്ട് പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി 2 വാക്ക് സൂചിപ്പിച്ചതിന് ശേഷം പ്രിയപ്പെട്ട ഹംസുവാക്ക സംസാരിക്കും. ഹംസുവാക്ക ഞങ്ങളുടെ ചരിത്ര പുസ്തകത്തിന്റെ ഒരു സന്ദേശമാണ്. ഞങ്ങളുടെ അറക്കുന്ന ചരിത്ര പുസ്തകത്തിലേക്ക് അദ്ദേഹത്തിന്റെ സന്ദേശം കൂടി, അതിന്റെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തണമെന്ന് കൂടി ഈ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി 2 വാക്ക് പറയുന്നതിന് ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, മഠത്തിൽ ഹംസുവാക്ക എന്ന ഹംസുവാജി പ്രത്യേകിച്ച് ഈ തലമുറക്ക് പരിചയപ്പെടുത്തേണ്ടുന്ന കാര്യമൊന്നുമില്ല. എന്നാൽ ഈ നമ്മുടെ പുസ്തക പ്രകാശനത്തിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ വരും തലമുറക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. താഴെക്കോട് മഹലിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി ഒരു 3-4 പതിറ്റാണ്ടുകളോളം നേതൃത്വ സ്ഥാനത്തിരുന്ന് ഇത്രയും മഹത്തായ ഒരു പള്ളിയും പള്ളി കോംപ്ലക്സും പള്ളി ബിൽഡിങ്ങും മദ്രസയും അതായത് കോളേജും എല്ലാം കൂടി ചേർത്ത് ഇത്രയും വിപുലമായിട്ട് പഴയ കാലത്തെ താഴെക്കോടിൻ്റെ പ്രതാപം വീണ്ടെടുക്കുക എന്ന് മാത്രമല്ല, അതിനേക്കാൾ എത്രയോ മുകളിലേക്ക് ഉന്നതിയിലേക്ക് എത്തിച്ചതിൻ്റെ സാരഥിയാണ് ഹംസുവാക്ക. അപ്പോൾ അദ്ദേഹത്തിന് ഇനൊരു അധികം വിശേഷണമൊന്നും വേണ്ട. അദ്ദേഹം താഴെക്കോട് പള്ളി മഹലിൻ്റെയും പള്ളിയുടെയും നമ്മുടെ ചരിത്രത്തിൻ്റെയും ഒരു 2-3 നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതലുള്ള ചരിത്രം പറയാൻ അറിവുള്ളവനാണ്, അർഹതപ്പെട്ടവനാണ്. അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. ഏതായാലും നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിക്കുന്ന പുസ്തകത്തിലേക്ക് ഒരു മെസ്സേജ് വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് കൊടുത്തു. അത് കൊടുക്കാനുള്ളൊരു അവസരം തന്നതിന് നന്ദി. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ താഴെക്കോടിൻ്റെയും മഹലിൻ്റെയും ഒക്കെ ചരിത്രം വളരെ പുരാതനമായി ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബ പരമ്പരാഗതമായി എനിക്ക് ലഭിച്ച അറിവുകൾ ഇവിടെ നമുക്ക് പറയാൻ വേണ്ടി എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്നു. നമ്മുടെ പള്ളിയുടെ ചരിത്രം നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മുടെ താഴെക്കോടിൻ്റെ ചരിത്രം എന്താണെന്ന് അറിയണം. ഈ നാട് എന്താണെന്ന് നമുക്ക് അറിയേണ്ട കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ നാടെന്ന് പറഞ്ഞാൽ ഇന്ന് 1400 വീടുകളുള്ള മഹലാണ്. ഈ മഹലിൽ നിന്ന് നമുക്ക് മരുതല മാറിപ്പോയി, കാപ്പൂർ മാറിപ്പോയി, അതിന് മേലേക്കാട മരം മറ്റൊക്കെ മാറി, ഇങ്ങനെ കയറ്റും നമുക്കും 1400 വീടുകൾ നമ്മളെ മഹലിൽ ഇന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്ഥാപന കാലഘട്ടത്തിലൊന്നും ഇത്തിരി നമുക്കൊന്നും ആളില്ല. നമ്മൾ ഈ താഴെക്കോടിനെ സംബന്ധിച്ച് ടിപ്പു സുൽത്താൻ്റെ കാലത്താണ് നമുക്കിവിടെ റോഡുണ്ടായിരുന്നത്. ആ റോഡ് നമുക്കറിയാം, പള്ളിൻ്റെ വടക്കേ ഭാഗത്ത് നമ്മളെ മദ്രസക്ക് ചാരി ഇങ്ങനെ അങ്ങോട്ട് കരിങ്കല്ലാത്താലിനേക്ക് ടച്ച് ചെയ്യുന്ന ഒരു റോഡാണ് ഇന്നുണ്ടായിരുന്നത് ടിപ്പു സുൽത്താൻ്റെ കാലത്ത്. അതിനുശേഷമാണ് നമ്മുടെ താഴെക്കോടിനെ സംബന്ധിച്ച് നമുക്കൊക്കെ ഉള്ള പുരാതന മഹൽ എന്ന് പറയുന്നത് പുത്തനങ്ങാടി.
പുത്തനങ്ങാടി പള്ളിക്ക് ഏതാണ്ട് 1000 കൊല്ലത്തിൻ്റെ അടുത്ത് 900-നും 1000-നും അടുക്ക് കൊല്ലത്തിൻ്റെ പഴക്കം. താഴെക്കോടുള്ളവർക്ക് പള്ളി ജുമായ്ക്ക് പോകുന്നത് പുത്തനങ്ങാടിക്കാണ്. അതുപോലെ ബോഡി മറവ് ചെയ്യുന്നത് പുത്തനങ്ങാടി. മണ്ണാർക്കാട് മഹല് പോലും പുത്തനങ്ങാടിയായി. ഞാൻ ഒരു ചോദ്യമാണ് ചോദിച്ചോട്ടെ. പുത്തനങ്ങാടി മഹലിനെ പറ്റിയുള്ള ചരിത്രപ്പോ അംശമൊക്കെ പറഞ്ഞപ്പോൾ ഞാനും കുറച്ചൊക്കെ കേട്ടോ. അവിടെ ഒരു ജിന്ന് പള്ളി എന്നൊരു പള്ളി ഉണ്ടായി, പള്ളി കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും? അല്ല, ആ കാലങ്ങളിലൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ഇത്ര ജിന്നുകളും മറ്റു കാര്യങ്ങളൊക്കെ, കാരണം മനുഷ്യവാസം കുറവാണ്. അപ്പൊ പിന്നെ ഈ ഉള്ളവരൊക്കെ ഉണ്ട് നമ്മളെ ഇടയിൽ കൂടി. ഇപ്പൊ പിന്നെ അങ്ങനെ ഇല്ല. അപ്പൊ പല ഭാഗത്തും ജിന്നുകൾ. നമ്മള് കല്യാണക്കാപ്പ് കേട്ടിട്ടില്ല? കല്യാണ അല്ല, നല്ലൊരു അപ്പുറത്തെന്താണ് കല്യാണക്കാപ്പിന്റെ ചരിത്രം. ഒരു കച്ചവടക്കാരങ്ങനെ കച്ചവടം കഴിഞ്ഞ് ക്ഷീണിച്ച് അവശനായി വരികയാണ്. ആ സമയത്ത് നല്ല വെളിച്ചവും നല്ല കല്യാണം നടന്നുകൊണ്ടിരിക്കുക, ഭക്ഷണമൊക്കെ. അപ്പോൾ അവർ ഭക്ഷണങ്ങളൊക്കെ ഇയാൾക്ക് കൊടുത്തു, അവിടെ താമസിക്കാനുള്ള അവസരം കൊടുക്കും. ഇയാൾ ഉറങ്ങി നീച്ചിട്ടുമ്പോൾ അവിടെ ഒന്നുമില്ല. അപ്പം അത് ജിന്നുകളുടെ കല്യാണമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് കല്യാണക്കാപ്പ് പേര്. ഇതിലൂടെ നമ്മൾ ആലിക്കുട്ടി ഉസ്താദിക്ക് പറഞ്ഞതാണ് ഈ കല്യാണക്കാപ്പ് എങ്ങനെ ഉണ്ടായി. അപ്പോൾ ആലോചിച്ച് നോക്കണം, അന്നൊക്കെ ജിന്നുകളുടെ അത്തരത്തിലുള്ള. പിന്നീട് ആ പ്രദേശത്ത് കൂടി ഊപ്പിന് പോയിട്ടില്ല, അങ്ങനെ പേടിയുള്ള അവസ്ഥയിലാണ്. ഒന്നുമില്ല, നേരെ വിളിച്ചായപ്പോൾ അങ്ങനെയുള്ള പാട്ടോടുത്തുകളിൽ പോയി എന്ന് വെച്ചാൽ അങ്ങനെ ആ സ്ഥലത്തിന് കല്യാണക്കാപ്പ്. നമ്മളിവിടെ ടിപ്പു സുൽത്താൻ റോഡ് മാത്രമാണ്. ഞങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കണം, സംശയം തീർക്കണം. അപ്പൊ നമുക്ക് പുത്തനങ്ങാടി മഹല് മണ്ണാർക്കാട് നിന്ന് കാളവണ്ടിയിലാണ് ജനാസ കൊണ്ടുപോയിരുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം അതിന്റെ വിസ്തൃതി എത്രയാണ്, എത്ര പഴക്കമുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ നമ്മളെ ഈ കാരണന്മാരൊക്കെ അന്ന് പറഞ്ഞിട്ടില്ലേ, വെള്ളിയാഴ്ച ഒരു പരിപാടി വെച്ച് എന്ത് പറയും, വെള്ളിയാഴ്ച അല്ല. അപ്പോൾ എന്താണ്, അന്നവർക്ക് പള്ളിക്ക് പോകാനും തിരിച്ചു വരാനേ സമയമുള്ളൂ. രാവിലെ ചായ കുടിച്ച് നടക്കണം പള്ളിക്ക്, ഊണ് കഴിക്കാൻ 3 മണിക്ക് തിരിച്ചെത്തണം, വേറൊരു പണിയില്ല. പക്ഷെ ഇന്ന് നമ്മളെ നിക്കാഹ് അടക്കം വെള്ളിയാഴ്ച നടത്തുന്നത്. കാലങ്ങൾ മാറിപ്പോയി. ആ ഒരു കാലഘട്ടം നമുക്ക്. അപ്പോൾ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. കുഞ്ഞാലി മുസ്ലിയാരി നമ്മളെ അദ്ദേഹത്തെ പറ്റി ഒരു കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹം വന്ന് പുത്തനങ്ങാടി പള്ളിക്കൽക്കാരത്തിന് മാറ്റി പോകും. അപ്പം നടന്ന് പോവുകയാണ്. അപ്പോൾ പോയി വരുന്ന വഴിക്ക് വീട്ടിലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ തുണിയിൽ ഒരു നെൽക്കതിരി കണ്ടു. പാടത്ത് കൂടി നടന്നു വരികയല്ലേ. അപ്പം അദ്ദേഹം ഈ നെൽക്കതിരി കണ്ടപ്പോൾ വീട്ടിലേക്ക് കയറാതെ നേരെ തിരിച്ച് പോയിട്ട് ഈ നെൽക്കതിരി പാടത്ത് പോയിട്ട് ഈ നെൽക്കതിരി അവിടെ ഇട്ട് തിരിച്ചു വന്നു. ചരിത്രം കേട്ടു. അത്രയും ഒരു നെൽമണി തൂക്കം പോലും അയാൾക്കൊരു വിഷയം വരാൻ പാടില്ല. അത്രയും കാണിച്ചക്കാരനായി. പിന്നെ അയാളുടെ കാലത്തിൽ അയാൾ ഇവിടുന്ന് നടന്നിട്ടാണ് പോകുന്നത്. കരിങ്കല്ലത്താണ് കഴിഞ്ഞാൽ അന്ന് ചെറിയ ഊടുവഴി പോലത്തെ റോഡാണ്. മൂപ്പര് വരുമ്പോൾ തന്നെ ഒരു കീസിൽ നിറയെ കശുവണ്ടി വെക്കും. മടങ്ങി പോകുമ്പോൾ ആരുടെയെങ്കിലും പറമ്പ് കൊണ്ടങ്ങാടി കശുവണ്ടി ഓരോന്നും അങ്ങനെ കുറിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് പോയി അലനല്ലൂർ എത്തുമ്പോഴത്തേന് 2 ഭാഗത്ത് അണ്ടിത്തോട്ടുണ്ടായിരിക്കുന്നു മൂപ്പരാണ്. ആരനുവാദം അല്ലാതെ ഓരോരോ സ്ഥലത്ത്. അതാണ് അങ്ങനത്തെ നാച്ചുറൽ. 100ഓളം ആളുകൾ ഉണ്ടായത്. അലനല്ലൂരിന്റെ അപ്പുറത്താണ് അവരുടെ വീട്. ഇപ്പോൾ ജനാസ അവിടെയാണ് മറയിലെത്തിട്ട് നമ്മളവിടെ പോയി കാണാറ്. എല്ലാ മറ്റേ മരണ ദിവസം നമ്മൾ പോയി ചെയ്യാർത്തിയത് പോയല്ലോണ്ട്. ഇവിടെ പുസ്തകത്തിൽ പള്ളിയിൽ കത്തിപ്പായിട്ടാണ്. അല്ലല്ല, നമ്മുടെ ദർസ് അവിടെ വരാൻ പള്ളിയിലുണ്ടായിരുന്ന ദർസ് അവിടെ മാറാനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിന്റെ അവിടേക്ക് എത്തുമ്പോ പട്ടിക്കാട് ജാമ്യ വരുന്നത് വരെ എന്ന് പറഞ്ഞ 10 കൊല്ലം ഉണ്ടായിരുന്നു. ജാമ്യയില് സദർ മുദരിസായിട്ട് ജാമ്യയിലേക്ക് മൂപ്പര് ഇവിടുന്ന് പോകുന്നത്. മൂപ്പർക്ക് വേറൊരു വിശേഷം ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാ, ഞാൻ കേട്ടത് പറയാണ്, അതിന് ആധികാരികതയൊന്നുമില്ല. കേരളത്തിലെ ഉസ്താദുമാരുടെ ഉസ്താദായിരുന്നു എന്നൊരു വിശേഷം ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്. പള്ളിയുടെ ചരിത്രത്തിലേക്ക് അപ്പൊ നമ്മള് ആ താഴെക്കൊണ്ട് ചരിത്രം കഴിഞ്ഞില്ല. നമ്മൾ പറയാലോ ഈ പുത്തനങ്ങാടിക്ക് ശേഷം നമ്മളെ മഹല് കക്കൂത്ത് മഹല് നമുക്കെല്ലാം പുല്യങ്ങാടി 350 കൊല്ലത്തോളം അതിനിപ്പോ പഴക്കമുണ്ട്. നമ്മളെ മഹലിൽ അതായി. അതിനുശേഷം ഒരു 1700
75 കാലഘട്ടത്തിലാണ് നമ്മുടെ വട്ടപ്പറമ്പ് വയൽ. നമ്മുടെ പ്രദേശത്തെ ഏറ്റവും ആദ്യത്തെ പള്ളി പിന്നെ നമ്മളൊക്കെ വട്ടപ്പറമ്പ് വയലിന്റെ കീഴിലായി. പിന്നെ ആ സമയങ്ങളിലൊക്കെ നമ്മൾ അങ്ങോട്ട് പോയിരുന്ന ആ സമയങ്ങളിൽ ആ കാലഘട്ടത്തിൽ തന്നെ എൻ്റെ ഒരു പാപ്പ എന്ന് പറയുന്നത്, എൻ്റെ വാപ്പ എന്ന് പറയുന്നത് മുഹമ്മദ്, മൂപ്പരുടെ വാപ്പ ഉണ്ണിക്കുട്ടി, അവരുടെ വാപ്പ അബ്ദുള്ള, അവരുടെ വാപ്പ കുഞ്ഞുണ്ണി, നാലകത്ത് കുഞ്ഞുണ്ണി. ഈ നാലകത്തെ കുഞ്ഞുണ്ണി അതുപോലെ തന്നെ മമ്പറത്തെ തങ്ങൾ, അതുപോലെ അതുപോലെ തങ്ങളപ്പാപ്പ, ഇവർ മൂന്നുപേരും നല്ലൊരു കൂട്ടുകെട്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വല്യപ്പാൻ്റെ വീട്ടിലൊരു കൂടാറുണ്ട്, സന്ധിക്കാറുണ്ട്, പല കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ മറ്റേ നമ്മളെ മമ്പറം തങ്ങളിൻ്റെ പാപ്പാനോട് പറയും, നാലത്ത് കുഞ്ഞുണ്ണിയായി, കുഞ്ഞുണ്ണി പാപ്പ എന്ന് പറയും. അന്ന് താമസം കൊളങ്കരയാണ്, അത് ഞങ്ങളെ തറവാട് കൊളങ്കരയാണ്, അതാണ് നാലകത്ത് തറവാട്, അവിടെ താമസം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ഈ കണക്കില്ലാത്ത ആസ്തിയൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ഒരു ജമാഅത്ത് പള്ളി ഉണ്ടാക്കുക, സ്വന്തം നിൽക്കുന്ന ആവശ്യം. ശരി ആയിക്കോട്ടെ, നമ്മൾ പറയണ വരി നടത്തും. അങ്ങനെയാണ് ഇവിടെ നിന്നിട്ട് വരുന്ന ഈ സ്ഥലങ്ങളൊക്കെ ഇതിലേക്ക് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതിന് സ്ഥാനം നിർണ്ണയിച്ചു കൊണ്ട് കുറ്റിയടിച്ച് നമ്മൾ പണി ആരംഭിക്കുകയാണ്. അദ്വൈലരി ചരിത്രത്തിൽ പറയുന്നത് 1797 പണി ആരംഭിച്ചു അദ്വൈലരി ചരിത്രം. പ്രസിഡന്റ് എന്ന് വെച്ചാൽ 228 വർഷം. പക്ഷേ 1797 ആരംഭിച്ചതിലും ഇന്നത്തെ കാലത്ത് മെക്കനൈസ്ഡ് പ്രോസസ് അല്ലല്ലോ, ഒക്കെ മാൻ പവറാ, നല്ല വെട്ടണം, മരം ഈരന്നെ വേണം. അങ്ങനെ 2 കൊല്ലത്തിലധികം 3 കൊല്ലത്തോളം ഇത് പണിയെടുക്കാനായിട്ടുണ്ട്. 2 തട്ടിലാണല്ലോ, 3ാമത്തെ തട്ട് ഒഴിഞ്ഞു കിടക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് പണി പൂർത്തി. 1800 ഇത് സ്ഥാപിതമായത്. ആ പള്ളിയാണ് നമ്മൾ 1980 പൊളിച്ചു. ആ പള്ളിയല്ലേ പറയട്ടെ. അങ്ങനെ അത് സ്ഥാപിതമാകുന്നത് ആദ്യം തന്നെ മൂപ്പരെന്ത് ചെയ്യുന്നത്, സർവേ നമ്പർ 59 തനി സബ് ഡിവിഷൻ ഒന്നല്ല, അതിൽ മൂപ്പരെ പേരിൽ ജമ്മ സ്ഥലമാണ്. അപ്പൊ ഈ കൃഷിഭൂമികൾ ഈ ജമ്മെന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് ഈ ജമ്മെന്ന് നിശ്ചയിക്കുക. പണ്ട് നമ്മൾ ഈ ഭൂമികളൊക്കെ മാനക്കൽ ജമ്മിമാര് മാനക്കൽ തമ്പുരാൻ, നമ്മളീ പ്രദേശത്തൊക്കെ അഘോരും മന, ആ മനക്കലിന്റെ ഭൂമിയാണ്. അപ്പൊ ഈ ഭൂമി എന്താ ചെയ്യുക വെച്ചാല് നമ്മൾ ചെന്നങ്ങാട് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു റിസീവറും മിച്ചവാരും ഇരിക്കുന്ന റിസീവർ ഉണ്ടാവും. അയാൾ തന്നെയാണ് തഹസിൽദാറും പണ്ടേ അനുഭവിച്ചു കൊടുക്കുന്ന അയാൾ. അപ്പൊ അയാളോട് ചെന്ന് നമ്മൾ ആവശ്യപ്പെട്ടാൽ താഴേക്കോട് നിൽക്കുക, അമേരിക്കയുടെ മലയുടെ മുകളിൽ അങ്ങനെ കുറച്ച് സ്ഥലം ഉണ്ട്, അത് എനിക്ക് വേണമെന്നറിയും. അപ്പോൾ ഇയാൾ വന്നത് പരിശോധിച്ച് നോക്കിയിട്ട് ഏതാണ്ട് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് നോക്കി ഇത്രയെന്ന് പറഞ്ഞാൽ അത് കാണാവകാശമായിട്ട് കൊടുക്കും. കാണാവകാശം എന്ന് പറഞ്ഞാൽ കണ്ട് കൃഷി ചെയ്യാനുള്ള അവകാശം, കാണാവകാശം. ഭൂമിയുടെ അവകാശി തമ്പുരാതൻ നമുക്ക് കാണാവകാശം. അപ്പം അങ്ങനെ നമ്മൾ ഈ കാണാവകാശത്തിൽ കൃഷി ചെയ്യുമ്പോൾ വർഷത്തിൽ മിച്ചവാരം വിൽക്കാൻ പറ്റും. ആ വർഷാവസാനം മിച്ചവാരം നമ്മൾ നിർബന്ധമായിട്ട് കൊടുത്തു. അപ്പോൾ ആ മിച്ചവാരം ഇപ്പോൾ മറ്റേ സാധാരണ രീതിയിൽ മകരം 30-ാം തീയതി ഒക്കെ ആയിട്ട്, ഇംഗ്ലീഷ് മാസമല്ല, പണ്ട് കാലത്ത് മലയാളം കൃഷി മകരത്തിലൊക്കെ എല്ലാം കഴിയാം, മകരത്തിൽ അല്ലെങ്കിൽ കുംഭത്തിലൊക്കെ ആയിരിക്കും ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മകരം 30-ാം തീയതി നമ്മൾ മിച്ചവാരം കൊടുക്കേണ്ട സമയത്ത് അയാൾ വന്ന് ഇപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ എൻ്റെ സ്ഥലം എൻ്റെ അയൽവാസിയായ പുത്തൂരിനൊരു കണ്ണുണ്ടാവും, അത് കിട്ടിയാൽ കൊള്ളാം, അതെങ്ങനെ പഠിക്കാമെന്ന്. അപ്പോൾ എന്ത് ചെയ്യും, ഈ മിച്ചവാരം കൊടുക്കുന്ന ആ ദിവസം ഞാൻ തെറ്റോ ഇല്ലേന്ന് ഈ റിസീവർ പോയി ചോദിക്കും. തെറ്റിയാൽ അപ്പോൾ ഈ മേക്കാണം ചേർത്തി വാങ്ങാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യും, ആഷ്റഫിന്റെ സ്ഥലം മേക്കാണം ചേർത്തി വാങ്ങും. വീടാണെങ്കിൽ പോലും ഇറങ്ങി പോണം. നമുക്ക് എന്തൊക്കെ കിട്ടി, കാണം മേക്കാണം, ഈ ഒന്നും നമ്മളെ തലമുറക്ക് പോലും അറിയില്ല. എനിക്ക് ഈ ചരിത്രം കേൾക്കാൻ പണ്ടേ താല്പര്യം. ഞാൻ ചരിത്രത്തിൽ ഗ്രാജുവേറ്റാണ്. എൻ്റെ വാപ്പ അമ്മായി ഇരുന്ന് ഇങ്ങനെ പറയും,
അങ്ങനെ ചരിത്രത്തിൽ ഗ്രാജുവേറ്റ് ആണ്. ആ ചരിത്രത്തിൽ ഗ്രാജുവേറ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് ബാങ്കിലൊക്കെ ജോലി കിട്ടേണ്ട ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ പാസ്സായിട്ടുള്ളതാണ്. മറ്റേ ഇതുണ്ടല്ലോ IMG ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിന്റെ അപ്പുറത്തുള്ള IMG ഡിപ്ലോമ MBA ഡിപ്ലോമയും കൂടി കഴിഞ്ഞിട്ടുള്ള അത്യാവശ്യം വിദ്യാഭ്യാസം. അത് 1973 ഗ്രാജുവേറ്റ് ഞാനും സൂപ്പിയാക്കി. പിന്നെ 2-3 ആളുകൾ താഴ്കൂടെ നമ്മളെ മുൻ മന്ത്രി നാലാമത്തെ സൂപ്പി സാഹിബിന്റെ സഹോദരൻ കൂടിയാണ് ഈ ഇവിടെ രസകരമായിട്ട് ഇതിനോടനുബന്ധിച്ചിട്ടല്ല, ഞാൻ പറയാനുള്ള സ്വാതന്ത്ര്യത്തിൽ പറയാം, അനുവാദം തരികയാണെങ്കിൽ പറയാം. അതായത് പള്ളിയുടെ ഭരണ വിഷയത്തിൽ ഒരു തർക്കം ഉണ്ടായപ്പോൾ അംസോക്കാന്റെ പേരിൽ ഒരു ആരോപണം വന്നു. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ മൂപ്പരായത് വിശദീകരിച്ചത് എനിക്ക് മലയാളത്തെക്കാളും എഴുതാൻ പറ്റുക ഇംഗ്ലീഷാണ്. അതായത് മൂപ്പര ഇംഗ്ലീഷ് ഓക്സ്ഫോർഡിലാണ്. നിലവാരം കൂടിപ്പോയത് ഒരു കുറ്റാണെന്ന് അന്ന് എനിക്ക് തോന്നിപ്പോയി. അല്ല, അംസോക്കാരൻ തിരുവനന്തപുരത്തുള്ള പല കാര്യങ്ങൾക്കും നമ്മുടെ നാട്ടുകാരൊക്കെ ഉപയോഗിച്ചിരുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കൃത്യമായിട്ട് അറിയാം. കാരണം അവര് വിദ്യാഭ്യാസ മേഖലയിൽ അത്രയും പക്വതയുള്ള ഒരു വ്യക്തി, വിദ്യാഭ്യാസപരമായി ഉയർന്ന ഒരു വ്യക്തിയെ ഏറ്റവും ഉപയോഗപ്പെടുത്തിയിരുന്ന താഴെക്കൂട്ടുകാരെ തിരുവനന്തപുരം മേഖലയിലൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ 30 കൊല്ലം ഗവൺമെന്റ് സർവീസിൽ, അത് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു പോസ്റ്റാണത്. പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ സൂപ്യാക്കാന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. ഇപ്പൊ മൂപ്പർക്ക് അതിന് മലയാളത്തിൽ വാചകം ഞാൻ പറഞ്ഞാല് ചാലകൻ എന്ന് പറയും. ചാലകശക്തി എന്നുള്ളത് ഇപ്പൊ മൂപ്പര് പെട്ടെന്ന് സുഖമില്ലാന്ന് അറിഞ്ഞു മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. ഉടനെ ചെല്ലാൻ പറഞ്ഞു. മൂപ്പര് പണ്ട് മുതലേ മൂപ്പരെ കാര്യങ്ങൾ ഞാൻ ചെയ്യാം. MLA ഫണ്ട് കൊടുക്കലോ ഒക്കെ ഞാൻ ചെന്നിട്ട് നോക്കുമ്പോൾ ഉടനെ തന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനുള്ള ഇതിലാണ്. ഞാൻ എന്തിനോ ബോംബെക്ക് എങ്ങാനും കൊണ്ടുപോകേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് വെറുതെ എൻ്റെ ബാഗിൽ പാസ്പോർട്ട് ഇട്ടു. ചെന്നപ്പോൾ പിന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകേണ്ട പരിപാടിയില്ല. എന്നെ കണ്ടോട് കൂടെ പോകാൻ പിന്നെ വേറെ ഒരാളി ആരും പറയുന്നില്ല. അങ്ങനെ ആ പാസ്പോർട്ട് അവിടെ വെച്ച് മുസ്തഫ പാസ്പോർട്ടിന്റെ ബാഗിലുണ്ട്. എന്നാ തരുന്നത് മദ്രാസ് പോയിട്ട് വിസ അടിച്ച് വന്നിട്ട് അവിടുന്ന് നേരെ കാറെടുത്ത് വന്ന് എൻ്റെ ഡ്രസ്സ് എടുത്തുകൊണ്ട് നേരെ അമേരിക്കയിലേക്ക് പോവാണ്. സൂപ്പിയാക്കുണ്ട്, ഭാര്യയുണ്ട്, ഒരു ഡോക്ടർ. അങ്ങനെ ഞങ്ങളൊരു 3 ആഴ്ചയോളം ഒക്കെ ചികിത്സയൊക്കെ കഴിഞ്ഞ് പോന്നു. അത് കഴിഞ്ഞ് പിറ്റത്തെ കൊല്ലം റിവ്യൂവിന് വീണ്ടും ഞങ്ങൾ പോയി. ആ പോക്ക് സത്യം പറഞ്ഞാൽ കേൾക്കാൻ പാടില്ല. ഞങ്ങൾ പോയി റിവ്യൂ ഒക്കെ നടത്തിയെങ്കിലും അന്നാണ് ന്യൂയോർക്ക്, ചിക്കാഗോ, വാഷിങ്ടൺ, നയാഗറ അതൊക്കെ കണ്ടത്. സർക്കാർ സർക്കാരിന്റെ ചെലവ് കണ്ടുപോകും. അതുപോലെ തന്നെ സർക്കാരിൽ നിന്ന് പരമാവധി ആവശ്യപ്പെടാതെ ആനുകൂല്യം കിട്ടിയ ഒരാളാണ് ഞാൻ. കാരണം ഞാൻ മിക്കവാറും ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ ഡൽഹിയിലുണ്ടാവും എല്ലാ നവംബറും. അത് കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് ഞാൻ പോവാം. സർക്കാർ ചെലവിൽ ഏതാണ്ട് ഒരു 20 ദിവസം ഡൽഹിയിലായിരിക്കും. അത് കേരള ഹൗസിൽ താമസമായിരിക്കും. ഇത് കഴിഞ്ഞേ പോരും. അതുകൊണ്ട് ഞാൻ ഗ്രാജുവേറ്റ് പഠിക്കുമ്പോൾ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ്, മലയാളം കമ്മിയാണ്. ഹിന്ദി 10ാം ക്ലാസ് ആയിട്ട് പിന്നെ മലയാളമല്ല, ഹിന്ദിയാണ്. അപ്പോൾ ഈ ഡൽഹിയിൽ പഠിത്തോണ്ട് എനിക്ക് ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ, എഴുതാനും വായിക്കാനും അറിയാം. പിന്നെ എൻ്റെ സേവനം എന്ന് പറഞ്ഞാൽ ഞാൻ ഓഫീസർ ഒരാകുമ്പോഴും 17 കൊല്ലത്തോളം ഞാൻ ഓഡിറ്ററാണ്. അക്കൗണ്ട് എഴുതാം. ഞാൻ എഴുതുന്ന അക്കൗണ്ട് പരിശോധിക്കുന്നത് ആ കാലത്ത് തന്നെ കോടിക്കണക്കിൽ വരുന്ന ഒരു കൊല്ലം. ഇത് പരിശോധിക്കുന്ന ആരാ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ്റെ AG-ആണ് പരിശോധിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് അക്കൗണ്ടന്റ് ജനറൽ. എന്നിട്ട് എവിടെയെങ്കിലും ഒരു ഇത് കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ ഒരുപാട് പരാതികൾ അങ്ങനെ നമ്മള് എവിടെ പറഞ്ഞു നിർത്തി. ടിപ്പു സുൽത്താൻ റോഡ് ഉണ്ടായത്. അതിനുശേഷം നമ്മള് ഈ പള്ളി ഇങ്ങനെ 1 ഏക്കർ 28 സെന്റ് ജമ്മു സ്ഥലം. അപ്പൊ ഈ ഇങ്ങനെ നമ്മൾ ഇതാണ് പറഞ്ഞിട്ട് നമ്മൾ പട്ടയം കാണോ എന്നൊക്കെ. ഈ കാണാവകാശം ഇപ്പോൾ എനിക്ക് ഇങ്ങനെ മേൽക്കാണും ചാർത്തി പോകും. ഇത് എൻ്റെ സ്ഥലത്തിന് തൊട്ട് 1 ഏക്കർ 2 ഏക്കർ നല്ലതുണ്ടാവും. അപ്പോൾ എനിക്ക് അത് കൂടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടാവും. അപ്പോൾ ഈ മിച്ചവാരോ ഇതൊക്കെ വിരിക്കുന്ന ഈ ആൾക്ക് വരാനോ നോക്കാനോ ഒന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? കുറച്ചായിട്ട് പറഞ്ഞു മോളെ. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഈ കാണാധാരത്തെ പറ്റി ഞാൻ പറഞ്ഞു. അതുപോലെ കേട്ടാധാരം നിങ്ങൾ കേട്ടുകൊള്ളു.
ഇല്ല. അങ്ങനെ ഒരു ആധാരം ഉണ്ട്. ഉണ്ടല്ലേ? ശരി. ഇപ്പൊ നമ്മള് എനിക്ക് ഇപ്പൊ ഒരു 5 ഏക്കർ കാണും കിട്ടി. അതിന് തൊട്ട് നല്ലൊരു ഏക്കറുണ്ട്. അതിൽ കൂടി വെള്ളം വന്നിട്ട് വേണം എന്റെ കൃഷി കിട്ടണമെങ്കിൽ. അപ്പൊ അതൊന്ന് നോക്കണം. അപ്പൊ ഈ മിച്ചവാരും വിൽക്കുന്ന ആളെത്തി ചെന്നിട്ട് വന്ന് നോക്കിയിട്ട് അതിന്റെ കാണാവകാശം ചോദിക്കുമ്പോൾ എനിക്കിപ്പോ തിരക്കാണ്, അത് വേണ്ട. അപ്പോ അവിടെ അതിന്റെ തൊട്ട് ഒരു ഏക്കറാന്ന് പറഞ്ഞ് കേട്ടാധാരം എഴുതി. കേട്ടാധാരം. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാണും മേക്കാണും കേട്ടാധാരം. ഈ കേട്ടാധാരുണ്ട്. അപ്പൊ ഈ കേട്ടാധാരൊക്കെ എങ്ങനെയായിരിക്കും അറിയോ? ഒരേക്കറാതെ പറഞ്ഞു കൊടുത്താൽ 25 ഏക്കർ ഉണ്ടാവും. ഇപ്പൊ അമ്പിലിക്കാടിന്റെ നമ്മള് ഒരു വാങ്ങിയത് 10 ഏക്കറാണ് എന്ന് തോന്നുന്നു. ഞാൻ അതൊരു വിവാദമാക്കി. പക്ഷെ മൊത്തത്തിൽ അവസാനം എത്രയോ ഏക്കർ ഉണ്ടായിരുന്നു. എത്രയെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ആ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ ഈ സ്ഥലങ്ങൾ പറഞ്ഞ 35 ഏക്കറുടെ സ്ഥലം മൂപ്പര് ജന്മസ്ഥലം തന്നെയായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഞങ്ങളെ തറവാട്, ആ തറവാടിൽ 10-30 ഏക്കർ മൂപ്പര് മഠത്തിൽ നിന്ന് വരാൻ കാരണം പഴയ ബ്രാഹ്മിൻസ്. ഞാനാ ചോദിക്കാം. ഞാൻ വേറെ ആ ചോദ്യം എന്റെ മനസ്സിലുണ്ടായി. അവിടെ അവര് താമസിച്ചിരുന്നോ? ആ പഴയ ബ്രാഹ്മിൻസ് പണ്ട് കാലത്ത് ഈ നമ്പൂരികള് അത് ഓല മടാണ്, പഴയ മടാണ്. ഞങ്ങളെ കയ്യിൽ തന്നെ അത് 225-230 കൊല്ലായിട്ടുണ്ടാവും. അതിപ്പോ 921 നമ്മളെ ജനലിന് ബാനറ്റോട് കൂത്തി പൊളിച്ചത് പൊളിക്കുന്നവരുണ്ടായിരുന്നു. പട്ടാൾക്കാർ വന്നിട്ട് നമ്മളൊക്കെ പട്ടാമ്പിയില് എന്റെ വാപ്പിയവരൊക്കെ പട്ടാമ്പി പോയി. വാപ്പ ഒന്നില്ല, വാപ്പാന്റെവരൊക്കെ പട്ടാമ്പി പോയി പാർത്തിരുന്നു. അന്ന് കാളിയപ്പം എന്ന് പറഞ്ഞ കണ്ടന്റെ അച്ഛനായിരുന്നു കാവല്. തൊഴുത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്നു. ഈ പട്ടാളം കൊണ്ടുപോകും. അപ്പൊ ആ കാലഘട്ടം ആയിരുന്നു ഇതെന്ന്. അപ്പൊ ഈ ഏരിയ ഒന്നിച്ച് 32.5 ഏക്കർ ഒറ്റ പട്ട്. അതിനടിയിൽ കൂടി ടിപ്പു സുൽത്താൻ റോഡ് അവിടെ ഉണ്ടെങ്കിലും ഇവിടെ പാലല്ലാത്തതുകൊണ്ട്. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ടും മരുതല്ലിൽ നിന്ന് ഇങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും വരുന്ന റോഡ് ഇങ്ങനെയാണ് കല്ലിൽ കാണിക്കുന്നത്. റോഡിന്റെ ഫോർമേഷൻ ആയിട്ട് ഇതിന്റെ അടിയിൽ ഉണ്ടായിരുന്നു, ഇടവഴി പോലെ. പിന്നീട് ആണ് നമ്മള് ഈ റോഡുണ്ടാക്കിയ അവിടെ എത്തുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ ഒരേക്കർ 28 സെന്റില് ഈ ഇത് ആരംഭിച്ചു. ചെയ്തിട്ട് പണികൾ ആരംഭിച്ചു. ആ സമയത്ത് നമ്മുടെ ഉപ്പിന് നല്ല ദാരിദ്ര്യം, ഭയങ്കര പ്രശ്നം. തിങ്കളാഴ്ച ചന്തയുണ്ട്. ചന്തയിലേക്ക് ഒരു പൂത്താണി ചന്ത ആ കാലഘട്ടം. അങ്ങനെ ഉപ്പ് കൊട്ട പോകുമ്പോൾ കഞ്ഞിയാണ് ഉണ്ടാക്കുക. അതിന് ഉപ്പ് ഇവിടെ ഇറക്കി വെക്കും, ഒരു വട്ടി ഉപ്പ്. ആ ഒരു വട്ടി ഉപ്പിന് അപ്പം പാപ്പാടല്ലാത്തോടെ എനിക്ക് കാശ് കൊടുത്തില്ല. പിന്നീട് അയാൾ വാങ്ങി. അങ്ങനെ ഒരു കൊട്ട ഉപ്പ് മാത്രമാണ് 32 ഏക്കർ സ്ഥലവും ഈ പള്ളിയിലേക്കും പുറത്തു നിന്നുള്ള ഒക്കെ പൊടിന്ന് എഴുതി തന്നത്. ഇതിൽ പറയുന്നത് ആരുണ്ടാക്കി, എത്ര ഉണ്ട്, ആരതിന്റെ വാക്കിഫ് എന്നൊക്കെ ഇതിൽ പറയും. അത് ഇംഗ്ലീഷ്. ചോദിക്കണം. ഇപ്പൊ 32.5 ഏക്കറാണ്. ഇപ്പൊ പള്ളിയുടെ അധീനത്തിൽ എത്ര ഏക്കറുണ്ട്? ഒരുപാട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ അഡ്ജസ്റ്റന്റ് ആയിക്കൊണ്ട് നേരെ അങ്ങോട്ട് 6 ഏക്കർ 93 സെന്റ് ഈ 1.28 പുറത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന പോലും വരെ അതും കൂടി പള്ളിയുടെ കബർസ്ഥാനത്തിലേക്ക് വഖഫ് ചെയ്ത് കൊടുത്തു. 698 7 ഏക്കർ. പിന്നെ ഒരു 7.98 ഒരു 9 ഏക്കർ ഈ ഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡ് അതും പള്ളിക്ക് വഖഫ് ചെയ്തു. അപ്പൊ ഇത്രയും പള്ളി സ്ഥാപിതമായി. ഈ പള്ളി ആയിക്കഴിഞ്ഞപ്പോ അന്നൊന്നും ഇപ്പോൾ ഇത്തിരി താമസക്കാരില്ല. ഒരു പള്ളിക്ക് എന്തൊക്കെ വേണം? ആദ്യമായിട്ട് കത്തീവ് വേണം. അതുപോലെ മരിച്ചാൽ കബ്രസ്ഥാനത്ത് മറിയാൻ കുയ്യം മുക്രി വേണം. പിന്നെ നമുക്ക് ഒസാൻ നിർബന്ധമാണ്. പിന്നെ അങ്ങനെ ജുമായ്ക്ക് 40 ആൾക്കാർ വേണം. അങ്ങനെ ഈ ഭാഗത്ത് നമ്മളെ മൂല്യന്മാരെ വിളിച്ചു വരുത്തി താമസിച്ചു. ദുലയിലൊക്കെ പാപ്പാനൊക്കെ ആ രൂപത്തിൽപ്പെട്ടായിരുന്നു. മുക്രി കുഞ്ഞായ്മാക്കാൻ്റെ പാപ്പാനെ ഇവിടെ വിളിച്ചു താമസിച്ചാണ്. ഒസാം മുഹമ്മദിന്റെ പാപ്പാനെ വിളിച്ചു താമസിച്ചാണ്. അതുപോലെ പലവരും ഇവിടെ വിളിച്ചു താമസിച്ചു. പിന്നെ
ജുമായ്ക്ക് ആളെ തികയാത്തോണ്ട് കുറച്ച് പള്ളിക്ക് വേണ്ടി ജോലിക്കാർ, കാരണം കൃഷി സ്ഥലം വെച്ചിട്ടുണ്ട് അവിടേക്കകത്തിനോട്, അപ്പോൾ ജോലിക്കാർ ഇവിടെ വിളിച്ച് താമസിപ്പിച്ചു. അങ്ങനെ വിളിച്ച് താമസിച്ചവരുണ്ട് ഇവിടെ. പിന്നെ ഇതെല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ എങ്ങനെ ഇത് നടത്തിപ്പോവുക എന്നുള്ള ചിന്ത വന്നു. വഴി നടന്നു പോകണ്ടേ. അങ്ങനെ അപ്പോൾ നോക്കത് നമ്മളെ ആ തോടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് 15 ഏക്കറ 33 സെൻറ്റ് സ്ഥലം, ഒരു സർവേ നമ്പർ 10.1, മറ്റിൽ 5.33, ഒന്നിൽ 8 സെൻറ്റ്, അതുകൂടി വഖഫ് ചെയ്ത് പള്ളിക്കൂടത്ത് നടത്തിപ്പിന്. അപ്പോൾ ആ നടത്തിപ്പ് പ്രകാരം നമുക്ക് അതിൽ കണക്കാക്കുന്നത് ആ കാലത്ത് നെല്ലാണ് പ്രകാരം. പറമ്പ് ആരാണെന്ന് വില്ലേജിൽ നിന്ന് വന്നാൽ അതിൻ്റെതല്ല എന്നാണ് നീതി കൊടുക്കുന്നത്. കൃഷി സ്ഥലത്തിന് അങ്ങനെയാണ്. അങ്ങനെ 15-34 കൃഷി സ്ഥലം. അല്ല അതിൽ ഇതിനൊരു പോയിന്റ് ഉണ്ട്. പഴയ കാലത്ത് ഏത് വീട് നോക്കിയാലും റോഡിന് അഭിമുഖമല്ല, പാടത്തിന് അഭിമുഖം. കാരണം അന്ന് കൃഷിയാണ് പ്രധാനം. പാടത്തിന്റെ മുഖമായിരിക്കും പള്ളിയുടെ ഉദ്ഘാടനത്തിന് മമ്പ്രതങ്ങൾ വന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ഇത്തിരിയായപ്പോ ഇതും കൂടി കൊടുത്തു. ഇതും കൂടി വഖഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പള്ളിയുടെ ഉദ്ഘാടന സമയത്ത്, പള്ളിയുടെ ഇന്നത്തെ മാതിരി ഇതൊന്നുമില്ലല്ലോ, അപ്പൊ ഈ പള്ളിയിൽ നിസ്കാരം തുടക്കം കുറിക്കുക എന്നുള്ള നിലക്ക് അപ്പൊ അതിൽ 2 എണ്ണം ഉണ്ട്. ഒന്ന് മൂപ്പര് വന്നെന്നും വന്നിട്ടില്ല, പിന്നെ വന്ന് കണ്ടുപോയി എന്നും 2 എണ്ണം പറയും. ഈ പള്ളിന്റെ ഉദ്ഘാടനത്തിന്റെ ആ സമയമായപ്പോഴത്തേക്ക് ഞങ്ങള് തറവാട്ടിലേക്ക് മാറി, മഠത്തിലേക്ക് വന്നു. അപ്പൊ നമ്മളെ ആ മൂല്യരുടെ ചോലൊക്കെ നമ്മളെ മൂപ്പരെ ഇടക്ക് പറയും. പള്ളിൻ്റെ ഉദ്ഘാടന സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടെ ബിരിയാണി ഇല്ലല്ലോ, ആടിനടുത്ത് നെയ്ച്ചോറൊക്കെ വെച്ചിട്ട് തങ്ങളെ കാത്തിരുന്നു. പിന്നെ അങ്ങനെ ആ എത്തിയിലാന്നും പറയുന്നുണ്ട്, എത്തിയെന്നും പറയുന്നുണ്ട്. പിന്നീട് അതിൽ പറയുന്നത് കേട്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ രണ്ടാമത് ബന്ധപ്പെട്ടപ്പോൾ നിങ്ങൾ എത്തിയില്ലല്ലോ, ഞാനവിടെ എത്തിയിട്ടുണ്ടല്ലോ, അവിടെ വന്ന് നിസ്കരിച്ചല്ലോ, ഞാൻ എൻ്റെ വടി അവിടെ വെച്ചിട്ടുണ്ട്, എൻ്റെ തലണ അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ പറയുന്ന ഈ വടിയും തലയിണയും പിന്നെ ഇന്നും പള്ളിയില് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ പുതിയ നിർമ്മാണം കഴിഞ്ഞ പള്ളിയിൽ കാണാവുന്ന രൂപത്തില് അമൃതങ്ങൾ സമ്മാനിച്ച ആ വടി കുന്തവും അതുപോലെ തന്നെ തലയിണയും ഇന്നും അത് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മൗലിദ് പാരായണത്തിനൊക്കെ തലയിണയിൽ വെച്ചിട്ടാണ് ഇന്നും മൗലിദ് പാരായണം നടത്തുന്നത്. ഇതിപ്പോ ഈ അമൃതങ്ങൾ അവിടേക്ക് എത്തിയപ്പോൾ ഇത് പറയാം, മറ്റേ തങ്ങളിപ്പാനെ പറ്റിയിട്ടൊരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഹജ്ജിന്റെ സമയത്ത് അവിടെയും കണ്ടു, അതേ സമയത്ത് ഇവിടെയും കണ്ടു. ഹജ്ജിന്റെ സമയത്ത് അവിടെ കണ്ടു, മറ്റേ പെരുന്നാൾ നമസ്കാരത്തിന് ഇമാമത്തൊക്കെ കേട്ടത്. അപ്പൊ ഇതിലൊരു പോയിന്റ് ഉണ്ട്. തീർച്ചയായും തങ്ങളുടെ ജനനം 24/12/53 1953. മരണം 25/12/44 ജനനം മരണം. അപ്പൊ അങ്ങനെ പുണ്യം ഇന്നും നമ്മളെ മഹലിനുണ്ട് തീർച്ചയായിട്ടും. അതെ, അങ്ങനെ ഈ 3 പേരും കൂടി ജോയിന്റ് ആയിട്ടാണ് നമ്മൾ ഈ പള്ളിന്റെ തുടക്കം കൂടി. അതായത് പിന്നെ മക്കാമില് ഇന്ന് അന്വേഷണം അതിലൊക്കെ തങ്ങൾപ്പാപ്പ, അതുപോലെ തന്നെ കുഞ്ഞുണ്ണി പാപ്പ മമ്പുറം തങ്ങളെ, ഈ 3 പേരുടെ ആ ഒരു കാർമ്മികത്വത്തിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം മറ്റുള്ള കാര്യങ്ങളും നടത്തുന്നത്. ഞാൻ എന്റെ പോലീസ പറഞ്ഞാൽ ഇപ്പൊ ഇന്നത്തെ ഒരു അനുഭവം ഞാൻ പറയാം. ഇന്ന് ഞാൻ ഒരു കുടിയിരിക്കലിന് പോയിരുന്നു രാവിലെ. കുടിയിരിക്കലിന് കാര്യവട്ടത്ത് പോയി. അപ്പൊ അവിടുന്ന് ഇങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് പറഞ്ഞു, താഴെക്കോട് പള്ളി ഒരു സംഭവമാണല്ല, താഴെക്കോട് പള്ളി ഒരു സംഭവമാണല്ല, സംഭവം തന്നെയാണ്. എത്ര കാശ് ചെലവാക്കിയിട്ടാണ്? 5-6 കോടി, 5 കോടി എന്നുള്ള കറക്റ്റ് ഇപ്പോഴും ആയിട്ടില്ല. എങ്ങനെ നിങ്ങൾക്ക് പറ്റി? പുറത്തുനിന്ന് ആരെങ്കിലും തന്നപ്പോൾ പുറത്തേക്ക് ആരെടുത്ത് പോയിട്ടില്ല, ആരെങ്കിലും തന്നിരിക്കുന്നു എങ്കിൽ അത് വേണ്ടാതെ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞത് 25 രൂപയോളം നമ്മൾ വാങ്ങി. കാരണം നിങ്ങൾ തന്നത് അല്ല, അങ്ങോട്ട് പോയിച്ചു. 75 ലക്ഷം അല്ലല്ല, ഒരു 25 ലക്ഷം ഒന്നും കിട്ടില്ല. 10 ലക്ഷത്തിന് താഴെ 25 ലക്ഷത്തിന്റെ അടുത്താണ് ഈ പഴയ. ഏതാണ്ട് പിന്നെ 80% മഹല്ല് നിവാസികളുടെ 90% മഹല്ല് നിവാസികളുടെ സഹകരണത്തോടെയാണ്
അതായത് ഞാൻ പറഞ്ഞ വാക്ക് പേവുണ്ടെങ്കിൽ ഞാനത് ചോദിച്ചത്. അല്ല, നമുക്ക് വേറെ കാര്യമായിട്ടുള്ള പിന്നെ ഒരു അറബി അങ്ങനെയുള്ള ഇതൊന്നുമില്ല. മഹല്ല് നിവാസികള് 90-95% മഹല്ല് നിവാസികളുടെ ഒരു പിന്നെ നേതൃത്വത്തിലാണ്, അവരുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പള്ളിയിൽ പോകുന്നത്. അതായത് അപ്പൊ ഇവിടെയാണ് അതിന്റെ പോയിന്റ് ഇതാണ്. അത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അങ്ങോട്ട് ആരേറ്റും പോയി ചോദിച്ചിട്ടില്ല, ഇങ്ങോട്ട് തന്നവരോട് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ ഇങ്ങോട്ട് സാധിച്ചു? ഞങ്ങൾക്കൊരു നേതൃത്വമുണ്ട്, വിശ്വാസമുള്ള നേതാക്കളുണ്ട്, വിശ്വാസയോഗ്യമായ നേതാക്കള് പറഞ്ഞതാണ്, ഇന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം ആയി, ഇപ്പൊ ഒക്കെ ആയി, മയ്യത്തുങ്കരയായി. ഓഡി ലാൻഡ് എന്ന് അതിന് പറയാം, അതർ ഡെവലപ്മെന്റ് ലാൻഡ്, ഓഡി ലാൻഡ്. അപ്പൊ കെട്ടിടങ്ങൾ കെട്ടാനും വാടക കൊടുക്കാനും അതിനൊക്കെ ഡെവലപ്മെന്റ് ലാൻഡ് ആയിരിക്കണം അത്. അപ്പൊ ഇത് അങ്ങനെ വന്നതൊക്കെ ആയി. നമുക്കിത് 513.5 പറ നെല്ലാണ് ഇതിന് കിട്ടുക. ഈ 15.35 ഏക്കറിൽ നിന്നുള്ള വരുമാനം. അപ്പൊ അത് എങ്ങനെ വിനിയോഗിക്കണം എന്നും കൂടിയും അന്നത്തെ പാപ്പ എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രകാരം ഈ പള്ളി പുതുക്കി പണിയണമെങ്കിൽ മാത്രമേ നമ്മളിത് പിരിവെടുക്കണം. ഖിയാമനാൾ വരെ ഇത് കൊണ്ട് നടക്കാൻ ഈ നെല്ലിൻ്റെ വരുമാനം. അന്ന് ഖത്തീബിന് പള്ളിയിലെ മോചിയെഴുത്ത് 72 പറ നെല്ലാണ്. അതായത് മാസത്തിൽ 1 ചാക്ക് നെല്ല്. അപ്പോൾ ഒരു ദിവസം 2 നാരായ നെല്ല് കൂലി ഖത്തീബിന്. 2 നാരായ നെല്ലാണ്. 72 പറ നെല്ലാണ് ഖത്തീബിന്. 1800 കാലഘട്ടത്തിലാണ്. 1800. അതുപോലെ മുക്കിക്കോ തന്നെയാണ്. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നെടുത്ത് പറയുന്നില്ല. അങ്ങനെ ഇവരൊക്കെ ശമ്പളം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് വന്ന് ദർസ്, അതുപോലെ ഓത്ത്, ഖുർആനത്ത്, അത് വളരെ പ്രധാനം. അതിലിടക്ക് അതിൻ്റെ മുമ്പ് വന്നൊരു സംഭവം പറയണം. അതിലൊക്കെ തങ്ങൾ പാപ്പാൻ്റെ മരണം ഉണ്ടായത് തലച്ചറ അവിടെയുള്ള താമസം, അവിടെ എപ്പോഴാണ് ചെലമ്പേട്ടിലാണ്. അപ്പൊ എവിടെ മറയണമെന്ന് അവർ മക്കളും ഏളാപ്പാരും ഒക്കെ കൂടെ ചർച്ച ചെയ്ത് അവസാനം എന്തായി, താഴെക്കൂടെ മറിയുകയാണല്ലോ തീരുമാനിച്ചു. അപ്പോൾ താഴെക്കൂടെ മറിയാൻ വേണ്ടി അപ്പോൾ അവരെന്ത് പറഞ്ഞു, മൊത്തത്തിൽ പള്ളിൻ്റെ വഖഫിൽ കിടക്കുന്ന മയ്യത്തും കരിയിൽ അവർ മറിയില്ല, ഞങ്ങൾ വലിയ സെപ്പറേറ്റ് വേണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ കുഞ്ഞിപ്പാക്ക സ്ഥലത്ത് എവിടെയൊന്നും അറിയൂല. എവിടെ പോയാലും പള്ളി കളവണ്ടിയിലാണ് പോയിട്ടുണ്ടാവും. എവിടെ പോയിട്ടുണ്ടാവും കാളവണ്ടിയിൽ വരും. അന്നത്തെ വാഹനം കാളവണ്ടി. ഒരു കാളവണ്ടി ഉള്ളവന് ഇന്ന് ബെൻസുകാർ. അങ്ങനെ മൂപ്പര് വരാൻ നമ്മൾ കാത്തുക്കണം. അപ്പം എന്ത് ചെയ്യുക? അപ്പോൾ മൂപ്പര് അനിയൻ പറഞ്ഞു, അത് പൂവമ്പഴമെന്നല്ല, അവിടെ കിടന്നോട്ടെ, വന്നിട്ട് മറിയുന്നത്. അപ്പം അനിയൻ. അപ്പോൾ മൂപ്പര് അനിയന്മാരൊക്കെ ഇന്ത്യ കാലഘട്ടത്തിൽ കൊണ്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് താമസിക്കാറ്. ഇവരല്ല, അവര് പരമ്പര. തങ്ങന്മാരും എൻ്റെ വാപ്പി തമ്മിൽ അത്ര വലിയ, ഇന്നും തങ്ങന്മാര് ഇന്നിട്ടുള്ള തുടർന്നിപ്പോൾ പോയി. അപ്പോൾ ഈ വന്നപ്പോഴത്തേന് 3 ദിവസം. അപ്പം എന്ത് ചെയ്തു, ഈ വിഷയം പറഞ്ഞു. ഇപ്പോൾ പൂവമ്പഴമൊന്നുമില്ല, ഒന്നും അതിലൂടെ കടന്നോട്ടെ നടന്നു. 3-ാം ദിവസം ഒന്നും ആയില്ല. ചിലർ പറഞ്ഞ 5-ാം ദിവസം വന്നു എന്ന് പറയുന്നത്. അങ്ങനെ വന്നപാട് ഈ വിഷയം അവതരിപ്പിച്ചു. ഉടനെ തന്നെ മൂപ്പര് ജന്മസ്ഥലമാണല്ലോ, മൂപ്പര് അപ്പം തന്നെ കടലാസിൽ എഴുതി കൊടുക്കുകയാണ്, മറവ് ചെയ്യാനുള്ള ആ സ്ഥലം മാത്രം. അത് കഴിഞ്ഞ് അവരുടെ ഡിമാൻഡ് വരികയാണ്, ഞങ്ങൾക്ക് തങ്ങന്മാർക്ക് കബ്രസ്ഥാനായിട്ട് വേറെ വേണം. അപ്പോൾ അതിന് തൊട്ടായിട്ട് 7 സെന്റ് കൂടി അനുവദിച്ചു കൊടുത്തു. അതാണ് ഇപ്പോൾ പോകുന്നത്. നിലവിലുള്ള മക്കാമിനോട് ചേർന്ന് നടക്കുന്ന 7 സെന്റ്, 8 സെന്റ്. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗം, തെക്ക് ഭാഗം പുരാതനമായിട്ട് നാലുകത്തുകാർക്ക് മറിയാനുള്ള സ്ഥലമാണ്. നമ്മളെ പാപ്പി ഇതൊക്കെ. പിന്നെ നമ്മൾ എവിടെ ആരും അറിയുന്ന അവിടേക്ക് എത്തി. പണ്ട് കാലത്ത് എപ്പോഴെങ്കിലും അല്ലേ ഒരു മരണം ഉണ്ടാവുള്ളൂ, 2 മരണം 3 മരണം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ മുക്രിക്ക് അങ്ങനെ 2 നാരായ നെല്ല്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും നമുക്കുള്ള കാര്യങ്ങൾ 11-ാം രാവ് 12-ാം രാവ് അതിനിപ്പോൾ നമ്മൾ ചീഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനും നെല്ല് വകയിരുത്തിയിട്ടുണ്ട്. പിന്നെ റബീൽ അവ്വലിൽ ആ മറ്റേ മൗലൂദിന് നെല്ല് വകയിരുത്തിയിട്ടുണ്ട്. മഹാമില് ഓത്തിന് വെച്ചിട്ടുണ്ട്, സ്ഥിരമായിട്ട് മഹാമിൽ ഓതം വെച്ചിട്ടുണ്ട്. പള്ളിയിൽ ഖുർആനോത്തിന് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റബീൽ അവ്വൽ കഴിഞ്ഞ പിന്നെ നമ്മൾ ഇതുണ്ടല്ലോ,
ബദരീകളെ അതിന് ഇതിൽ വെച്ചിട്ടുണ്ട്. 27-ാം രാവിന് ദ്വയർക്കാൻ ചീർണിക്ക് വെച്ചിട്ടുണ്ട്. ആ പിന്നെ തങ്ങൾപ്പാപ്പാന്റെ നേർച്ചക്ക് നെല്ല് വെച്ചിട്ടുണ്ട്. ആ അപ്പൊ ഇപ്പൊ നമ്മൾ ഈ പിരിക്കുന്നതുണ്ടല്ലോ ഒന്നിന്റെ ആവശ്യമില്ല. വരുന്ന സമൂഹം മുതൽ തന്നെ ഇവിടെ നേർച്ച ഉണ്ടോ അതോ മരണശേഷം അതിന് നേർച്ചല്ലോ അതിനൊക്കെ ഇതിലിങ്ങനെ ഓരോ ഐറ്റത്തിൽ ഇതിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾക്ക് നോക്കിയത് മനസ്സിലാവില്ല. മനസ്സിലാകാനോ? ഇതൊക്കെ ഓരോ നെല്ലുകൾ വെച്ചാണ്. ഇതൊക്കെ നമ്മുടെ ഭൂമികളാണ്. ഈ രേഖയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ വാപ്പ പറയുന്ന കാര്യങ്ങൾ എനിക്കറിയാം. ഞാന് അപ്പൊ ഇത് ഇങ്ങനെ നടന്നു പോവാണ്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? റബീഉൽ പിരിക്കണം, നോമ്പ് തുറക്ക് പിരിക്കണം, 11-12 പിരിക്കണം, ശമ്പളത്തിന് പിരിക്കണം, എല്ലാത്തിനും പിരിക്കണം. ആ കാലത്ത് ഖിയാമത്ത് വരെ ഒരു ഉറുപ്പ്യ പിരിക്കാതെ ഇത് വരിസംഖ്യൊന്നുമില്ലാതെ ഇത് തുറന്നു പോകാനുള്ള ആസ്തി നമ്മുടെ പള്ളിക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മുമ്പ് ചോദിച്ച ഒരു ആവർത്തിക്കല്ലേ മൊത്തം നമ്മളെ പള്ളിക്കുള്ള അത് പറയാം. അവിടേക്ക് എത്താം. അപ്പൊ അവിടേക്ക് ഇതെത്തണം. പിന്നെ നമുക്ക് ഇങ്ങനെ ഒക്കെ പിന്നീട് നമുക്ക് എന്തുണ്ടായി വിചാരിച്ചാൽ അതിൽ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ പള്ളി അങ്ങനെ തുടർന്നുകൊണ്ട് പോയി. നമ്മൾ ഈ പള്ളി ഈ പറഞ്ഞ എൻ്റെ പാപ്പാൻ്റെ മരണശേഷം എൻ്റെ പാപ്പാൻ്റെ മൂത്ത മകളെ കെട്ടിച്ചത് നെല്ലായ പോക്കരാജിലേക്ക്. രണ്ടാമത്തെ മകളെ കെട്ടിച്ചത് കല്ലടിക്കാരോർക്ക്. കല്ലടി അംസാജിൻ്റെ വാപ്പ ഇംതിയാജിൻ്റെ അവര് വാപ്പാനെ പണ്ട്. അങ്ങനെയാണ് മണ്ണാർക്കാട് കല്ലടിക്കാർ ഇത് നെല്ലായിന്ന് കിട്ടുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇവരെ മൂപ്പര് ഹജ്ജിന് പോയിട്ട് മടങ്ങി വന്നിട്ടില്ല. അങ്ങനെ വന്നതിന് ശേഷം ഇന്നത്തെ പോലെ ഹജ്ജിന് പോയിട്ട് 30 ദിവസം വരുന്നില്ല, 6 മാസം കൊണ്ടാണ് വരുന്നത്. തിരിച്ചെത്തിയാൽ അത്രേ ഉള്ളൂ. അപ്പൊ വന്നത് നോക്കുമ്പോൾ നല്ല രീതിയിൽ പള്ളിയും കാര്യങ്ങളൊക്കെ മുപ്പത് ദിവസമൊക്കെ കൊണ്ടുവരുന്നു പോക്കരാജ്. അപ്പോൾ മൂപ്പരെ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചുമതല. അങ്ങനെ മൂപ്പരെ ഈ പോക്കരാജിയുടെ മരണശേഷം മൂപ്പരെ മക്കളായ മൊയ്തുട്ടിയാജി, മൗലിയുടെ ഒക്കെ വാപ്പ, പിന്നെ കുഞ്ഞമ്മൂന്റെ വാപ്പാന്റെ വാപ്പ, പോക്കരാജി നെല്ലയക്കാരനാണ്. പള്ളിന്റെ ഈ 34-2.5 ഏക്കർ അതിന്റെ മുത്തവല്ലി സ്ഥാനവും അങ്ങനെ നെല്ലയക്കാര് അല്ല ഓലെ ഏൽപ്പിച്ചു. അതിനുശേഷം ഈ പോക്കരാജിയുടെ മരണശേഷം ഇവരായി ഒന്ന് മെറ്റേജി മൗലിയുടെ വാപ്പ, പിന്നെ കുഞ്ഞമ്മൂന്റെ വല്ലിപ്പ, നമ്മുടെ ഇവിടെ സേട്ടുവിൻ്റെ വാപ്പ അബ്ദുള്ളാജി, ഇവർ 3 ആളെ പിന്നെ മുത്തവല്ലി. അവരെ മരണശേഷം അതിൻ്റെ മുത്തവല്ലികളായിട്ട് നമ്മുടെ മൗലവി വന്നു, പിന്നെ മുഹമ്മദാജി വന്നു, സേട്ട്. ഇവര് 3 ആളും മുത്തവല്ലികളായി. മുഹമ്മദാജിയാണ് പിന്നെ ഞങ്ങൾക്കൊക്കെ ഒരു അപ്പൊ ഈ പഴയ പിന്തുടർച്ചയായിട്ട് ഇങ്ങനെ ഇതിന്റെ ഭരണം നടത്തുന്നവരെ അപ്പി പറഞ്ഞു. അതിനുശേഷം മുഹമ്മദാജി ഒറ്റക്കായി. രേഖയിൽ വേറെ ആളുണ്ടായിരുന്നില്ല, കൈകാര്യങ്ങൾ മുഹമ്മദാജി ഒറ്റക്കായി. മുഹമ്മദാജി പ്രായകാരൻ പയ്യാറുന്നത് ഇബ്രാഹിം കുട്ടിയാജി ഏൽപ്പിച്ചു. അങ്ങനെ ഇബ്രാഹിം കുട്ടിയാജി ആയപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ ദർസും കാര്യങ്ങളും പള്ളി നടത്തി കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് ഇതിനൊരു കമ്മിറ്റി ഏൽപ്പിക്കുക പറഞ്ഞു. അന്നത്തെ പ്രധാന ആൾക്കാരെ കൂടെ കൂടിയിട്ട് കമ്മിറ്റി ഉണ്ടായി. ആ കമ്മിറ്റിയിലെ പ്രഥമ പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടിയാക്കി, സെക്രട്ടറിൻ്റെ വാപ്പിയായിട്ട് കമ്മിറ്റി രൂപീകരിച്ചിട്ട് പള്ളിൻ്റെ പ്രവർത്തനം അങ്ങനെ നടന്നുകൊണ്ടുപോയി. അങ്ങനെ ദർസുകളും അതിന് കുഞ്ഞാലി യൂസിലെ ദർസും എല്ലാ കാര്യങ്ങളും നല്ല സെക്രട്ടറി ആദ്യത്തെ സെക്രട്ടറിന്റെ പിന്നെ കല്ലൂരി ഹംസാജി ഇങ്ങനെയുള്ള വൈസ് പ്രസിഡന്റ്. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളി ഉണ്ടാക്കി 175 കൊല്ലം കഴിഞ്ഞിട്ടാണ് പള്ളി പൂർണ്ണമായും പൊളിച്ചു പോയത്. 175 ശേഷം. അപ്പൊ ആലോചിച്ച് നോക്കാം, നമ്മൾ ഈ മെയിൻ്റെനൻസ് ഉണ്ടെങ്കിലും മരം കല്ലും അത്രയും കൊല്ലം നിന്നുകൊണ്ടാണ് 175 കൊല്ലം നിന്നിട്ടാണ് നമ്മളിത് പൊളിച്ചു. അല്ല അതാണ് ഞാൻ പറഞ്ഞത് 1980, 79, 80-ലാണ് അതങ്ങനെ പൊളിച്ച് പണിത്ത് ഈ രൂപത്തിലുള്ള ഇതൊക്കെ ആയി. അങ്ങനെ പണിയെടുത്തപ്പോൾ അന്ന് നമ്മുടെ സ്ഥലങ്ങളൊക്കെ നമുക്ക് മതിയായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ മറ്റേ മേലേക്കളല്ല ഇവിടെ
വൽപ്പാറ അല്ലല്ല നമ്മള് ഇവിടുത്തെ മഹല് വന്നു മാരാമ്പറ്റ ഞമ്മക്ക് കീഴില് ഇവിടുന്ന് നമ്മള് പെർമിഷൻ കൊടുത്തിട്ട് നമ്മളതിൽ വന്നു. അത് കഴിഞ്ഞു. പിന്നെ മരുതല വന്നു, മേലേക്കാപ്പുറം വന്നു. ഇത് 3 മഹലുകൾ അവിടെ ഒരു റിക്വസ്റ്റ് പ്രകാരം പേര് എഴുതി ആൾക്കാർ മാറ്റിക്കൊണ്ട് നമ്മൾ വേറെ അംഗീകാരം. അതിന് പുറത്ത് കാപ്പുപറമ്പിലും നമ്മുടെ കളത്തിപ്പള്ളിയിലും 2 പള്ളിയിലും ജുമായ്ക്ക് അനുമതിയും കൊടുത്തു. എന്നിട്ടും നമ്മളെ പള്ളിയിൽ ആൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ലാതെ വരികയും അതുപോലെ തന്നെ പല വെള്ളിയാഴ്ചകൾ കുട്ടികളടക്കം മടങ്ങിപ്പോണൊരവസ്ഥ ഉണ്ടായി. അങ്ങനത്തെ ഒരു ചുറ്റുപാട് വരുമ്പോഴാണ് നമ്മൾ പള്ളി പുതുക്കി പണിയണം എന്നുള്ള ചിന്തയിലേക്ക് പോകുന്നത്. അതിൻ്റെ മുമ്പ് ഒരു കാര്യം ഇതിന് മുമ്പ് നമ്മളിങ്ങനെ ദർസ് നല്ല നിലക്ക് കൊണ്ടുപോവുകയാണ്. ഞാനിവിടെ ഇങ്ങനെ കൊണ്ടുപോകണ ആ സമയത്ത് തന്നെയാണ് നമ്മൾ ഇനി കോളേജ് വേണം, അതല്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നും. അങ്ങനെ ആകുമ്പോൾ നമ്മളെ വരുമാനങ്ങൾ അത് കുഴപ്പമില്ല, നമുക്ക് രണ്ടാമത്തെ ചർച്ചയിലേക്ക് പിന്നെ പോകാൻ കുഴപ്പമില്ല. അപ്പം ഇത് ഇങ്ങനെ ആയ സ്ഥിതിക്ക് നമ്മൾ വരുമാനം നമുക്ക് വന്നു. ഈ പണിയൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം 1990 എൻ്റെ വാപ്പ വരും. ആ സമയത്ത് 91 90 10-ാം മാസം അതിൽ 91 മാനാക്ക AK കാസിം ഇവരൊരു സെൻറ്റൻസ് വിട്ടു വന്നു. ഇന്ന് രാത്രി പള്ളി കമ്മിറ്റി ഉണ്ട്, അതിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കണമെന്ന്. ഞാനെന്തിനു അവൻ്റെ സെക്രട്ടറി എന്നൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വന്ന് ചോദിച്ചപ്പോൾ കല്ലടി സംസാരിച്ചു. കല്ലടി കുഞ്ഞുണ്ണിയാജി അതിന് കുട്ടിയ മോജി AK കാസിം മാനാക്ക മഹമ്മൂദ് അജി ഇങ്ങനെ നമ്മളെ ഇവിടുത്തെ എല്ലാവരും ഉണ്ട്. അന്ന് മറ്റേ ഞാൻ വ്യവസായ ഓഫീസറായി. ഞാൻ അന്ന് ചിറ്റൂരായിരുന്നു തോന്നുന്നു. ആ സമയത്ത് ചിറ്റൂരായിരുന്നു പാലക്കാട് IC എന്നറിയില്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരവ് ചെലവ് കണക്കുകളൊക്കെ വളച്ചാലുമായിട്ട് ഇനിയിപ്പോൾ അവസാനമായിട്ട് നമുക്ക് ദർസ് സൂപ്പിയിലേക്കാണ്. ദർസിൽ 10-28 കുട്ടികളുണ്ട്. നമുക്ക് ദർസ് കൊണ്ടു നടക്കാൻ സാമ്പത്തികമായിട്ട് കഴിയില്ല. ദർസ് പൂട്ടുക എന്ന് പറയും. അപ്പോൾ കല്ലടി ഹംസാജി പറഞ്ഞു നിൽക്കട്ടെ, നമ്മൾ ഹംസുവിനെ വിളിച്ചെടുത്തിക്കുന്നത് എന്തിനാണ്, നമ്മൾ ആദ്യം ചർച്ച ചെയ്യാം. ഞങ്ങൾ എന്നെ പറയുന്നത് ഹംസാജി പറഞ്ഞു എന്നെ ഈ മാലിൻ്റെ സെക്രട്ടറി ആക്കാനാണ് ഞങ്ങൾ വിളിച്ചെടുത്തിരിക്കുന്നത്. ഇവരെല്ലാവരും കൂടി ഇന്ന് ആലോചിച്ചിട്ട് അപ്പോൾ എൻ്റെ വാപ്പ നിന്ന സ്ഥാനമാണ്. അപ്പോൾ എന്താ ഈ പറയുന്നത്, എനിക്ക് ഒന്നും അറിയില്ല ഇതിനെപ്പറ്റി. അതിലിവരൊക്കെ കൂടെ പറഞ്ഞു പാരമ്പര്യമുണ്ട് എൻ്റെ കുടുംബത്തിൽ, അത് എന്നെ കൊണ്ട് കഴിയും, എന്തുണ്ടെങ്കിലും ഞങ്ങളോട് ചോദിച്ചാൽ മതി. എന്നും കല്ലടി ഹംസാജി എനിക്കൊരു വെൽവിഷറാണ്. അപ്പം അന്ന് അങ്ങനെ അങ്ങോട്ട് ഏറ്റെടുത്തതാണ്. 91 ഏപ്രിലാണ് ഇങ്ങനെ ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോ ബഹുമാനപ്പെട്ട അങ്ങ് ഇവിടെ നേതൃസ്ഥാനത്ത് ഏറ്റെടുത്തതിൽ ഏറ്റവും അങ്ങേക്ക് ആദരണീയം എന്നത്, അല്ലെങ്കിൽ എന്നെ പോലത്തെ ഒരാൾക്ക് അങ്ങയോട് ഏറ്റവും ബഹുമാനം തോന്നുന്ന ഒരു പ്രവൃത്തി അത് ഏതാണെന്ന് അങ്ങേക്ക് പറയാൻ പറ്റും? പറയാൻ പറ്റും. എന്നാൽ ഞാൻ തന്നെ പറയാം. അതായത് പള്ളിയല്ല, കോംപ്ലക്സ് അല്ല, ഈ കോളേജാണ്. കാരണം ഇന്ന് വരെ ഞാൻ എൻ്റെ അഭിപ്രായം പറയണത്, ഇന്ന് വരെ പള്ളിയും കോംപ്ലക്സും കണ്ടിട്ട് ആരും ഇസ്ലാമിനെ പറ്റി പഠിക്കില്ല. അതേസമയം കോളേജ് നിലനിൽക്കണം, അത് നിലനിൽക്കണം. എന്നാൽ ഇന്ന് പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്നതും ഇതിനെ പറ്റിയാണ്. കാരണം സാമ്പത്തിക ചെലവാണ്, അന്യനാട്ടിലെ കുട്ടികളെ അവിടെ കൊണ്ട് പഠിപ്പിക്കാൻ. ഇത് പലപ്പോഴും യോഗത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് എണ്ണിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവിടെ പറയാനുള്ള സന്ദർഭം കിട്ടില്ല. അതായത് പാരമ്പര്യമായിട്ട് തുടരുന്ന ഒരു സംഭവമാണ്. കാരണം ആ ദർസ് പിന്നീട് കോളേജായി എന്നുള്ളതാണ് അതിന്റെ കാര്യം ഞാൻ പറയാം. നമ്മള് സൂപ്പിയോലയില് ഇപ്പൊ ഞാൻ വരുന്ന സമയത്ത് നമ്മളെ സൂപ്പിയിലേക്ക് 800 രൂപ ശമ്പളം 91 കത്തീബിന് 800 200 രൂപ നമ്മളെ മയമാക്കാക്കാം. അന്നും ഈ പള്ളിയിലെ ജീവനക്കാരായിട്ട് മുദരിസ് വേറുണ്ട്, കത്തീബ് വേറുണ്ട്, മോദിൽ വേറുണ്ട്. അങ്ങനെ 3 ജീവനക്കാർ അന്ന് മുതലേ ഉണ്ട്. അപ്പൊ ഈ ഇവർക്ക് 3 ആൾക്കും കൂടി 1816
രണ്ടും 18 1800 റുപ്യ ഒരു മാസം. അപ്പോ അന്നത്തെ 1800 1800 റുപ്യ. അപ്പൊ ഞാൻ പറഞ്ഞു നിൽക്കട്ടെ, നമുക്കൊന്ന് ആലോചിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആലോചിക്കാന്ന് പറഞ്ഞതിന് ശേഷം ദർസ് തുടരാൻ തന്നെ തീരുമാനിച്ചു, സൂഫിയയിലും തുടരാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി വെച്ചു. അങ്ങനെ എൻ്റെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരെ കൂടെയായിട്ട് നമ്മൾ ആദ്യമായി എനിക്ക് തോന്നുന്നത് സൂഫിയലരുടെ ഒരു മകളെ കല്യാണത്തിനാണ് തോന്നുന്നത്. അങ്ങനെ മിക്കവാറും എല്ലാം വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ പള്ളിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അവർ ബോധ്യപ്പെടുത്തി. അതുപോലെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ വേറെ 2 കല്യാണം സൂഫിയലരുത്, അങ്ങനെ പല പിരിവുകളും വന്നു. ഇതിനൊക്കെ നടന്നപ്പോൾ ആൾക്കാർക്ക് ഒരു ബോധ്യം വന്നു. ഇപ്പോൾ ഉദാഹരണത്തിൽ ഇവിടെ നമ്മളെ ജയ്തോക്കാൻ്റെ പെണ്ണുങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ അലിബിയാജിയുടെ പെണ്ണുങ്ങൾ, അവരുടെ അടുത്തൊക്കെ എന്തെങ്കിലും ഒരു പിരിവിൻ്റെ കാര്യം പറഞ്ഞാൽ അംശുള്ളു വരുന്നത് അതിന് കാത്തിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ സംജാതം. അന്നൊക്കെ നമ്മളെ ബക്കറ്റ് വരിക ചില്ലറ എന്തെങ്കിലും 3 റുപ്യ 2 റുപ്യ ഒക്കെ വരുന്നത്. നമ്മളെ ഈ പിരിവ് ഇങ്ങോട്ട് നമ്മളിത് നിലനിന്ന് പോകേണ്ട അവിടേക്ക് ഇങ്ങോട്ട് എത്തി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദർസിലെ കുട്ടികൾ കിട്ടാതെ വന്നത്. നിങ്ങള് സെക്രട്ടറി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പരിസംഖ്യ ഉണ്ടോ? അത് 50 വെച്ചാണെങ്കിൽ ഒരു പിന്നീടോ പറഞ്ഞു അതിൻ്റെ അടുത്തുണ്ട് അതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളും. പിന്നെ ഇപ്പൊ നമ്മളെ ഈ കോളേജ് നമ്മൾ മറ്റേ ഒരു സമയം നിർത്തലാക്കിയല്ലോ, അതോ വിപുലീകരിക്കാൻ പറ്റില്ല നിങ്ങളെ ഗൾഫിലൊരു ഞാൻ പറയാം. അപ്പൊ നമ്മള് ഇത് നമ്മളിങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ദർസ് നടക്കൂല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ദർസിൽ അതിലെടുക്കുന്നുണ്ട്. 94 നമ്മൾ ദർസ് കെട്ടിടം തലയിൽ കൂടി വീഴുന്നൊരവസ്ഥയിലേക്ക് വന്നു. അത് അവസ്ഥയിലേക്ക് വന്നപ്പോൾ കല്ലടി അലിയാണ്, നമുക്കത് പുതുക്കി പണിയാം. അപ്പം അതിന് നിങ്ങൾ രണ്ടാളും എൻ്റെ കൂടെ പോകാൻ മതിയാണ്. അതിന് ടിക്കറ്റും ചെലവും ഒക്കെ കല്ലടി അലി എടുത്തു. അങ്ങനെ 94 ഞങ്ങൾ ദുബായ് UAE കംപ്ലീറ്റ് പോയി. അങ്ങനെ അന്ന് പ്രവാസ ലോകത്ത് താഴെക്കൂടെ ഇഷ്ടം പോലെ അന്ന് നല്ല സ്ട്രോങ് പ്രവാസ 94 ജൂൺ 24 ഞങ്ങൾ ഇവിടുന്ന് പോയത്. 14-ാം ദിവസം ട്രാൻസിറ്റ് അല്ലേ തിരിച്ചു പോയത്. അങ്ങനെ അവിടുന്ന് 5 ലക്ഷം കിട്ടി. പിന്നെ ഏതാണ്ടൊക്കെ പണി ഇങ്ങനെ തീരാനായി പൂർത്തിയാക്കാനൊരു നിവൃത്തിയില്ലാത്ത സമയത്ത് സൂഫിയൊക്കെ MLA ആയി ഒക്കെ വന്ന സമയം മൂപ്പരോട് എന്താ പറഞ്ഞപ്പോൾ 1 ലക്ഷം റുപ്യ മൂപ്പെടുത്തു വേഗം. അതുകൊണ്ട് അതാണ് പൂർത്തിയാക്കിയത്. അങ്ങനെ പൂർത്തിയാക്കിയിട്ട് ദർസ് നമ്മൾ അതിലേക്ക് തന്നെ കൊണ്ടുപോകും. പിന്നെ ദർസ് നിർത്തേണ്ട ഒരു വന്നിട്ടില്ല, കാരണം ഇതില് അതൊന്ന് വിട്ടുമാറ്റി വിപുലീകരിച്ചു. സൂഫിയോലേരെ ഇങ്ങോട്ട് മാറ്റി ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദർസ് നിർത്തിയില്ല. ഈ ദർസ് തന്നെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് ഇനി വിവാദത്തിലേക്ക് പോവുകയാണ്. വേണം കാര്യങ്ങൾ പറയണം. അതിനെന്താ വിവാദത്തിലേക്കുള്ള വിവാദമൊന്നല്ല, നമ്മൾ ഒരിക്കലും വിവാദം ഉദ്ദേശിക്കുന്നില്ല. വിവാദം ആകാവുന്ന ഒരു കാര്യത്തിലേക്ക് ഇപ്പൊ നമ്മൾ ഇത്തിരി ആസ്യതൊക്കെ കൂടെ ആയിട്ട് ഇങ്ങനെ നമ്മളിത് പോകാണ്. അതില് നമ്മുടെ ഈ സ്വത്തുക്കള് വഖഫ് സ്വത്താണ്, ജന്മസ്ഥലം. അപ്പൊ ഇതിന്റെ മുത്തവല്ലിമാര് ഞാനീ പറഞ്ഞ രൂപത്തിൽ ഇങ്ങനെ അങ്ങോട്ട് അടിയിലേക്ക് ഈ നമ്മുടെ ഈ സ്ഥലങ്ങൾ നമ്മൾ വിളിച്ച് പാർപ്പിച്ചവരുണ്ട്, വാടകയും ഒന്നുമില്ലാണ്ട് സ്ഥിരമായിട്ട് നിർത്തിയവരുണ്ട്, വാടകയ്ക്ക് താമസിപ്പിച്ചവരുണ്ട്. ഈ വാടകയ്ക്ക് താമസിക്കുന്ന വാടക കൊണ്ടാണ് നമ്മുടെ മെയിൻ്റെനൻസും വളക്കിലെണ്ണയും കത്തിക്കാണെന്ന് എഴുതിയിട്ടുള്ളത്. അങ്ങനെ കുറേ സ്ഥലങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ നടത്തിയിട്ടുള്ള കൃഷിഭൂമികളുണ്ട്. അപ്പം ഇതൊക്കെ കൂടെ ഇതിൻ്റെ മുത്തവല്ലിമാർ അവരുടെ സ്വത്തുക്കൾ ഭാഗം ചെയ്യുന്നതിൻ്റെ കൂടെ ഇതും ഭാഗം ചെയ്യും. അത് ഒരു 10 ഏക്കർ പാടം ഭാഗം ചെയ്തതിൻ്റെ സർട്ടിഫൈഡ് കോപ്പിയാണ്. 10 ഏക്കർ ഈ പാടം. അങ്ങനെ രേഖകൾ 1909 1673 1928 നമ്പർ ആധാരപ്രകാരം ആ 10 ഏക്കർ ഇതൊക്കെ കൂടെ ഇങ്ങനെ ഭാഗം. അങ്ങനെ ഇന്നത്തെ പോലെ നമുക്ക് അതിന് കണ്ട പേപ്പർ വേണ്ട, നികുതി റെസീറ്റ് വേണ്ട, ഇതൊന്നും വേണ്ട, രജിസ്റ്ററാണ്. അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്യാൻ ആ രൂപത്തിൽ രജിസ്റ്റർ ചെയ്യും. ഇതിങ്ങനെ
അറിഞ്ഞോ അറിയാതെ പല ആൾക്കാരും ഇത് വാങ്ങും. കൂടാതെ പറഞ്ഞ അപ്പൊ നമ്മളെ പിന്നെന്താ വെച്ചാലേ ഇന്നത്തെ ചർച്ച ഇപ്പൊ 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോ പിന്നെ ഒന്നുകൂടി ഇരിക്കാം അംസോക്ക, എന്നാലേ നമുക്ക് ചരിത്രം പൂർണ്ണമാകും. ഞാൻ അരമണിക്കൂറിന്റെ പൂർത്തിയായിട്ട് അല്ല 48 മിനിറ്റ് 43 മിനിറ്റ് ആയിട്ടുണ്ട്. അല്ല അതുകൊണ്ട് ഒരു 50 മിനിറ്റ് വരെ നമുക്ക് എഴുതിയിട്ട് പിന്നെ രണ്ടാം ഘട്ടമാണെങ്കിൽ നാളെ മറ്റന്നാളോ പിന്നീട് അല്ല വേണ്ടേ പൂർത്തിയായിട്ടില്ലെങ്കിൽ അരമണിക്കൂറിന് തീർക്കാം. അല്ല ഒരു കാര്യം ചെയ്യാം, ഇതൊന്ന് 2 എപ്പിസോഡായിട്ടുള്ള സ്പേസിന്റെ ഒരു ഏതാണ് വക്ക് കടിച്ചിട്ടുള്ളത്. അതാണ് ഞാനിത് പറയുന്നത് എന്താ വെച്ചാല് എന്താണ് ഇതെന്ന് നമ്മുടെ നാട്ടുകാർക്ക് അറിയില്ല, അടുത്ത ജനറേഷൻ ഒന്നും അറിയില്ല. അപ്പൊ ഇത് സത്യാവസ്ഥ എല്ലാവരും അറിയാം. ഇത് ഈ രൂപത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അറിഞ്ഞോ അറിയാതെയോ വാങ്ങിയവരുണ്ട്. ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് 150 ഉറുപ്പ്യക്കാണ് സാധനം. ഇങ്ങനെ അറിഞ്ഞോ അറിയാതെ വാങ്ങിയവരുണ്ട്. വക്കഫാണെന്ന് അറിയാം. അപ്പൊ വക്കഫാണെന്ന് അറിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ തിരിച്ചു MP ഹംസണ്ണി തിരിച്ചു വന്നു. പിന്നെ ഗവൺമെന്റ് ആര്യാചര മക്കൾ ഓടിച്ചപ്പോ ആകാരത്തിൽ കാണുന്നു ഇത് വക്കഫാണ്. ഉടനെ കളത്തിലത്തിൽ തന്നെ വിളിച്ചു, അത് പള്ളിന്റെ വക്കഫ് പറഞ്ഞു. ആ 40 സെന്റ് മക്കൾ പള്ളി തിരിച്ചു വന്നു. വക്കഫ് വേണ്ട എന്നുള്ളതുണ്ട്. അതുപോലെ ഈ ഭൂമി അന്യാധീനപ്പെട്ടത് എന്ന് വിചാരിച്ചാല് അത് 1964 ടെനൻസി പട്ടയം കൈവശാവകാശം വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ അഭിമുഖം ഒരു ദിവസം കൊണ്ട് തീരില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് 225 വർഷത്തെ താഴെക്കോടിന്റെ പള്ളിയുമായിട്ടുള്ള സംബന്ധിച്ച ചരിത്രം പറയുന്നത്. അതുകൊണ്ട് നാളെ നമ്മൾ മറ്റൊരു ദിവസം നമ്മളെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് ഇപ്പൊ അംസോക്കാനെ ഞങ്ങൾ പറഞ്ഞല്ലോ, അംസോക്ക ചെറിയൊരു വ്യക്തിയല്ല. ഗ്രാജുവേറ്റും വിദ്യാഭ്യാസപരമായിട്ട് അക്കൗണ്ടൻസി ഒക്കെ കൈകാര്യം ചെയ്ത ഒരു വ്യക്തി എന്ന നിലക്ക് താഴെക്കോടിന്റെ ഈ മഹലുമായി ബന്ധപ്പെട്ട് കൃത്യമായും അതിന്റെ A to Z പറയാൻ കെൽപ്പുള്ള ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിത്വമാണ്. അപ്പൊ അദ്ദേഹത്തെ നമ്മൾ കൃത്യമായി ഞങ്ങളെ ചരിത്ര പുസ്തകത്തിലേക്കും അതുപോലെ തന്നെ വരും തലമുറയിലേക്ക് ഞങ്ങളുടെ ഒരു സംഭാവന നൽകുമ്പോൾ കൃത്യമായും അതിന്റെ A to Z കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് അത്യാവശ്യമുള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഇന്ന് 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തിട്ട് മറ്റൊരു എപ്പിസോഡിൽ ബാക്കിയുള്ള ചരിത്രം കൂടി വിപുലീകരിച്ചുകൊണ്ട് അംസോക്ക ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരണം. അത് ഭാവി തലമുറക്ക് വരാൻ പോകുന്ന ഒരു 50 വർഷം കഴിഞ്ഞിട്ടുള്ള തലമുറക്ക് കൂടി അത് പിന്നെ ഉൾക്കൊള്ളാനുള്ള ഒരു തയ്യാറെടുപ്പ് അംസോക്ക ക്ലിയർ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു എപ്പിസോഡും കൂടി അനുവദിക്കണം എന്ന് കൂടി പ്രിയങ്കരനായ പ്രസിഡന്റിനോട് ആദരപൂർവ്വം യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ പിന്നെ വൈൻഡപ്പ് ചെയ്യാൻ അംസോക്കത്തേക്കുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. മറ്റൊരു ദിവസം ബാക്കി നമുക്ക് തുടരാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.